വെൽക്കം ടു നീനോസ് ഡയറി. ഞാൻ നാൻസി. മഴക്കാലത്ത് അഗ്ലോണിമ 1 രൂപ പോലും ചിലവില്ലാതെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം അഗ്ലോണിമയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇപ്പോഴും ഓരോരുത്തർ മെസ്സേജായിട്ടും ഫോണിലായിട്ടും ഒക്കെ ഓരോ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അഗ്ലോണിമയെ പറ്റി. അപ്പം നിങ്ങൾക്ക് ആ സംശയം എല്ലാം തീരാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഈ സംശയം വരുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇതിനകത്ത് പറയുന്ന ചില പോയിൻറ്റുകളൊക്കെ അങ്ങ് വിട്ടുപോകും. ഇത് തന്നെയായിരിക്കും നിങ്ങൾ പിന്നെ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് 1 രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള അഗ്ലോണിമയ്ക്കകത്തുനിന്ന് എത്ര കൂടുതൽ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഈ മഴക്കാലത്ത് എൻ്റെ ചെടികൾക്ക് പിന്നെ ചെയ്യുന്ന എന്താണെന്നൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഇപ്പം ഇതിടുന്നത്. അതായത് ഇപ്പം മഴക്കാലം ആയത് കാരണം നിറയെ തൈകളും ഇത് ചട്ടിക്കകത്തൊക്കെ നിറച്ചും തൈകൾ കിളുത്ത് വന്നു കേട്ടോ. അപ്പം ഞാനത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായത് കാരണം ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അതെല്ലാം ഒരാളെ വിളിച്ചിട്ട് ഞാൻ മുഴുവനും ചെറിയ ചട്ടിയിലാക്കി റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുണ്ടോ, ഇതൊക്കെ ഓരോ ചെടികളും ഓരോന്നോരോന്ന് മാറ്റി കുഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനകത്തൊക്കെ 2 എണ്ണം വെച്ച് കേട്ടോ. എന്നാന്ന് വെച്ചാൽ അത്രമാത്രം തൈകൾ കിളുത്ത് വരും. അന്നേരം അതിന് ചട്ടികൾ നമുക്ക് ഉണ്ടാക്കണ്ടേ, ഒത്തിരി ചട്ടികൾ. അത് കാരണം ചട്ടിയുടെ ക്ഷാമം കൊണ്ട് ചിലതിനകത്തൊക്കെ 2-3 എണ്ണമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഇതിനകത്ത് എത്ര ചെടിയുണ്ടെന്ന് കണ്ടോ, 3-4 എണ്ണത്തോളം ഉണ്ട് കേട്ടോ. ഞാൻ പറിച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് പറിച്ച് കുഴിച്ച് വെക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അറിയാവുന്നവർ ക്ഷമിക്കുക, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇതുണ്ടോ, ചെടിയുടെ ചുവട്ടിലേക്ക് നമ്മൾ ഈ വിരൽ ഇങ്ങനെ അകത്തി പിടിച്ചിട്ട് ഇങ്ങനെ കയറ്റി ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ചട്ടി നേരെ താഴേക്ക് കമത്തുക. ഇങ്ങനെ കമത്തി കഴിഞ്ഞ് വലിച്ചു പറിച്ചു കഴിഞ്ഞാൽ ചെടി പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒന്ന് പതുക്കെ ഈ വക്ക് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് പറിക്കാൻ നോക്കിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുകൊണ്ടോ, ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഞാൻ അല്ലെങ്കിൽ ഒരു കമ്പിയോ എന്തെങ്കിലും വെച്ച്, ഇത് എൻ്റെ ഒരു ആയുധമാണ്. ഇത് ചെടിക്കകത്ത് മാന്തുന്ന ഒരു ആയുധമാണ്. ഇത് സ്ക്രൂ ഡ്രൈവർ, ഒരു വലിയ സ്ക്രൂ ഡ്രൈവറാണ്. അത് വെച്ച് ഞാനിങ്ങനെ സൈഡൊന്ന് കുത്തി ഇളക്കി കൊടുക്കുക. മഴക്കാലം ആയതുകൊണ്ട് ചട്ടിയൊക്കെ കുതിർന്നിരിക്കുകയായിരിക്കും, അതുകൊണ്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചിങ്ങനെ കുത്തി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ. കണ്ടോ, ചെടി പറിച്ചെടുത്ത് ഞാൻ. നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഇത് കണ്ടോ, അതിനകത്ത് എത്ര തൈ ഉണ്ടെന്ന് കണ്ടോ. ഇതേ തന്നെ 1, 2, 3, 4 എണ്ണം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തും ഉണ്ട് 3 എണ്ണം. ഇതുണ്ടോ, വേര് നന്നായിട്ട് ഞാൻ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് കഴുകി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഏതൊക്കെ തയ്യൽ വേരുണ്ടെന്ന്. ഇതുണ്ടോ, ഈ തൈ നമുക്ക് അടർത്തിയെടുത്തു കഴിഞ്ഞാൽ ഇതിന് വേരുണ്ട്. ഇതിനും ഉണ്ട് 2 വേര്. വേണമെങ്കിൽ അത് അടർത്തിയെടുക്കാം. ഇതിപ്പം തന്നെത്താനെ അടന്നു പോയതാണ്, എന്നാലും അതിനൊരു വേരുണ്ട്. അതും നമുക്ക് കുഴിച്ച് വെച്ച് നോക്കാം. അതും കിളുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, ഒന്നും പേടിക്കണ്ട. അപ്പം നമ്മൾ ആ പറിച്ചെടുത്ത ചെടിയുടെ വേര് നന്നായിട്ട് കഴുകുക കേട്ടോ. കഴുകിയിട്ട് നല്ലൊരു ബ്ലേഡ് എടുക്കുക. ഇപ്പം ഞാൻ എല്ലാത്തിനും ഒന്നും ബ്ലേഡൊന്നും വെച്ചല്ലേ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം വീഡിയോ കാണിക്കുന്നതുകൊണ്ട് ഞാൻ ബ്ലേഡൊക്കെ എടുത്തതേ ഉള്ളൂ. ഇത് ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഒടിച്ചെടുക്കാം. അതായത് നിറച്ച് വേരുള്ളതല്ലേ, അപ്പം നമുക്ക് ഒടിച്ചെടുത്തിട്ട് സാഫോ എന്തെങ്കിലും ഇൻഡോഫിലോ എന്തെങ്കിലും മുക്കിയിട്ട് കുഴിച്ച് വെക്കാം. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പം അതിൻ്റേതായ രീതിയിൽ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ബ്ലേഡ് വെച്ച് മുറിച്ചെടുക്കുകയാണ്. വേണ്ട, ഈ മെയിൻ തണ്ടിനകത്തുനിന്ന് ഓരോ ചെറിയ തണ്ടുകൾ വന്നിരിക്കുന്നതാണ്. അപ്പം ഞാൻ അതിനെ മുറിച്ചെടുത്തു. കണ്ടോ, ഒരെണ്ണം കിട്ടി. അടുത്തത് ഒടിഞ്ഞു പോയി കേട്ടോ. അതിനവിടെ എന്തോ ചെറിയ കേടുണ്ടായിരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇതുണ്ടോ, ചെറിയ കേട്. ഇതാണ് മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചെടിക്ക് കുഴപ്പം വരുന്നത് ഇതാണ്. അപ്പം നമ്മളെല്ലാവരും നമുക്ക് ചെടി അഗ്ലോണിമയുള്ളവരെല്ലാം അതിൻ്റെ ചുവട് നോക്കുക, പറിച്ച് മാറ്റി കുഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 2-3 മാസം കൊണ്ട് നിറയെ തൈകളും ചെടികളുമായി കിട്ടും കേട്ടോ. നിറച്ച് അടുക്കി വെക്കുകയാണെങ്കിലാണ് ഈ ചെടിക്ക് കൂടുതൽ ഭംഗി കേട്ടോ. ആ കേടായടെ ഞാൻ അങ്ങ് ചെത്തിക്കളഞ്ഞു കേട്ടോ.
മുറിച്ച മുറി പാടിൽ ഒന്നുകിൽ ഈ ഇൻഡോഫിൽ ഉണ്ടോ, ഈ ഇൻഡോഫിൽ അല്ലെങ്കിൽ ഈ സാഫ് പരട്ടി കൊടുത്തു കഴിച്ച് നമുക്ക് കുഴിച്ച് വെക്കാവുന്നതാണ്. ഞാൻ രണ്ടും കാണിച്ചതെന്നു വെച്ചാൽ ഏതാണോ കിട്ടുന്നത് അതല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ തേക്കാൻ പോകുന്നത് സാഫാണേ. അത് നമ്മൾ കയ്യിൽ ഇച്ചിരി പരട്ടിയിട്ട് ആ മുറിപാടിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നേരിട്ട് മണ്ണിലേക്ക് നമുക്ക് കുഴിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അഗ്ലോണിമ ചെടികളുടെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. അപ്പം നമ്മൾ പോട്ടിംഗ് മിക്സിന് എല്ലാ അളവ് പറയുന്നത് ഈ ഒരു ചട്ടിയുടെ അളവിലാണ് കേട്ടോ എല്ലാം പറയുന്നത്. അപ്പം നമ്മൾ എടുത്തേക്കുന്ന മേൽമണ്ണാണ്, അതായത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ചുമന്ന മണ്ണാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു ചട്ടിയിൽ 2 ചട്ടി മേൽമണ്ണാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചട്ടിയിലെ മണ്ണ് നമുക്കിടാം. ഇനി ഇതുപോലെ തന്നെ ഒരു ചട്ടി മണ്ണും കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 2 ചട്ടി മേൽമണ്ണ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ചട്ടിയിൽ നമുക്ക് 2 ചട്ടി ഉണക്ക ചാണകപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ചട്ടിയിൽ ചാണകപ്പൊടി നമ്മൾ ഇടുകയാണ്. ഇനി നമുക്ക് ഒരു ചട്ടി ചാണകപ്പൊടിയും കൂടെ വേണം. ഇതുണ്ടോ, രണ്ടാമത്തെ ചട്ടിയിൽ ഇട്ടു. ഇനി നമുക്ക് ഒരു പിടി എല്ലുപൊടിയാണ് വേണ്ടത് കേട്ടോ. എല്ലുപൊടി എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ലോ റിലീസിങ് ആയിട്ടുള്ള വളമാണ്. അപ്പം നമ്മുടെ ചാണകപ്പൊടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മണ്ണിലോട്ട് അതിൻ്റെ വളം ഇറങ്ങി ചെല്ലും. അതേസമയം എല്ലുപൊടിയാകുമ്പം കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും അതിൻ്റെ വളം റിലീസാവുക. ഇനി നമുക്ക് വേണ്ടത് സാഫാണ്. സാഫ് ഒരു ഫംഗിസൈഡാണ്. അപ്പം നമ്മൾ സാഫ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ കണ്ടോ. ഇനി നമ്മളത് പോട്ടിംഗ് മിക്സിലോട് ചേർത്ത് കൊടുക്കുകയാണ്. പോട്ടിംഗ് മിക്സിൽ എന്തിനാ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് വേറെ ഫംഗൽ ഇൻഫെക്ഷനായിട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോട്ടിംഗ് മിക്സിൽ നമ്മൾ സാഫ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പോട്ടിംഗ് മിക്സിൽ ഒരു ചട്ടി ചകിരിച്ചോറും കൂടെ ആവശ്യമായിരുന്നു. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ചകിരിച്ചോറും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ല പോട്ടിംഗ് മിക്സ് ആയിരിക്കും. നമ്മുടെ കയ്യിലുള്ള ചകിരിച്ചോറ് തീർന്നു പോയി, അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ പോട്ടിംഗ് മിക്സ് ഒന്നും കൂടെ പറഞ്ഞുതരാം. 2 ചട്ടി മേൽമണ്ണ് ഇട്ടിട്ടുണ്ട്, 2 ചട്ടി അതേ ചട്ടിയിൽ തന്നെ 2 ചട്ടി ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു ചട്ടി ചകിരിച്ചോറ് വേണം. നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കാണിക്കാഞ്ഞ്. അതുപോലെ തന്നെ ഒരു പിടി എല്ലുപൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ കുറച്ച് സാഫും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയേക്കുന്നത്. അപ്പം നല്ല നീർവാർച്ച ഇല്ലാത്ത മണ്ണ്, ഇപ്പോൾ നമ്മുടെ നല്ല നീർവാർച്ചയുള്ള മണ്ണായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണിലും കൂടെ ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പം നീർവാർച്ച ഇല്ലാതെ തറഞ്ഞു കിടക്കുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ അഗ്ലോണിമകളിൽ പുതിയ തൈകൾ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അഗ്ലോണിമ ചെടികളുടെ പോട്ടിംഗ് മിക്സ് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ നിറയെ തൈകൾ പൊട്ടി മുളയ്ക്കും. ഇതുണ്ടോ, ഇപ്പോൾ ചട്ടിക്കകത്ത് ഞാൻ അടിയിൽ നല്ല ഹോളുള്ള ചട്ടിയാണ്, അതിനകത്ത് കുറച്ച് ഓടിൻ്റെ കഷ്ണം ഇട്ടു. അതെല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പോട്ടിംഗ് മിക്സിനകത്ത് നമ്മൾ ചകിരിച്ചോറും ചേർത്തിട്ടുണ്ട്. ഒരു ചട്ടി ചകിരിച്ചോറ്, 2 ചട്ടി മേൽമണ്ണ്, 2 ചട്ടി ചാണകപ്പൊടി, അതുപോലെ കുറച്ച് എല്ലുപൊടിയും സാഫും കൂടെ ചേർത്തിട്ടുള്ള പോട്ടിംഗ് മിക്സാണിത്. അപ്പോൾ ഈ വീഡിയോ എടുത്ത സമയത്ത്, ഈ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയ സമയത്ത് ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് വീണ്ടും നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ചകിരിച്ചോറ് തീർന്നതുകൊണ്ടാണ് നമുക്കത് കാണിക്കാൻ പറ്റാഞ്ഞത് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും നമ്മൾ നിറച്ചാൽ മതി ഒരു ചെടി നടുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞ് ചെടിയുടെ വേരോടെ അങ്ങ് ഞാൻ കാണിച്ചു തരാം. അത് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഇട്ടാണ് ചെടി അതിനകത്ത് ഉറപ്പിക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അഴുക്കായി പഴുത്ത ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് അതിൻ്റെ ചുവടൊന്ന് നീറ്റാക്കിയിട്ട് നമുക്ക് കുഴിച്ച് വെക്കാം കേട്ടോ. ഒന്നും പേടിക്കണ്ട, നന്നായിട്ട് കിളുത്ത് വന്നോളും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ വേര് പോകുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മളിങ്ങനെ പിടിക്കുക ഉണ്ടോ. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുഴിക്കകത്തോട്ട് കുത്തി ഇറക്കി വെക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഉണ്ടോ, മണ്ണ് കോരിയിട്ട് കണ്ടോ, മണ്ണ് കോരിയിട്ട് വെച്ചു. ഞാൻ ഈ സൈഡിലും കൂടെ മണ്ണിട്ട് അതിനെ ശരിയായിട്ട് ഉറപ്പിക്കുക. കണ്ടോ നമ്മുടെ അഗ്ലോണിമ കുഴിച്ച് വെച്ചു. ഇപ്പോൾ അത്രയും ചെടി നിന്നിരുന്ന ഒരു ചട്ടിയിൽ നിന്ന് പറിച്ച് വെച്ചപ്പോഴും അതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ ഇതിനകത്തോട്ട് കുഴിച്ച് വെച്ചു. കണ്ടോ, അതിനെ നമുക്ക് നീക്കം ചെയ്ത് വെക്കാം. കഴിഞ്ഞ് ബാക്കിയുള്ള ചെടികളും അത് ഇതുണ്ടോ, ഇവനെ ഞാനതുപോലെ തന്നെ വെച്ചു. മണ്ണിട്ട് കൊടുത്തു. ഇതുണ്ടോ, ഇപ്പോൾ ഇതിനായിട്ട് എനിക്ക് ചട്ടിയുടെ ക്ഷാമം കൊണ്ട് ഞാൻ ഇതുണ്ടോ, ഇതിനകത്ത് തന്നെ അങ്ങ് വെച്ചേക്കും കേട്ടോ. അവിടെ നിന്ന് അത് കിളുത്ത് വരും.
ഒരു ചട്ടിയിലെ ചെടി പറിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര ചെടി കിട്ടി? 1 2 3 4 5 ചട്ടിച്ചെടിയായ ചുറ്റില്ല. ഇതൊരു ചെറുത് ഉണ്ടോ? ഇങ്ങനെ നമുക്ക് 1 രൂപ പോലും മുടക്കില്ലാതെ അഗ്ലോണിമ ചെടിയുള്ളവർ ഈ മഴക്കാലത്ത് ഒട്ടും സമയം കളയാണ്ട് വേഗം എല്ലാ ചെടികളും ഇതുപോലെ പിരിച്ചു വെക്കുക എന്ന് പറയും. മലയാളത്തിൽ പറഞ്ഞാൽ പിരിച്ചു വെക്കുക. അതായത് മദർ പ്ലാന്റിനകത്തുനിന്ന് തൈകൾ വരുന്നതിനെ ഓരോന്നായിട്ട് എടുത്ത് മാറ്റി വേറെ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനും ഇഷ്ടമാതിരി തൈകൾ വേഗം വന്നോളും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അങ്ങനെ ഞാൻ കുഴിച്ച് വെച്ച് പിരിച്ച് വെച്ച ചെടികളാണ് ഇതെല്ലാം. കണ്ടോ, അപ്പുറത്തെ സ്റ്റാൻഡിലും എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ ഇഷ്ടമാതിരി ചെടികൾ എനിക്ക് കിട്ടി കേട്ടോ. അപ്പം ആരും സമയം കളയാതെ അയ്യോ എനിക്ക് അഗ്ലോണിമ മേടിക്കണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് എല്ലാവരും അവനവൻ്റെ കയ്യിലുള്ള അഗ്ലോണിമകൾ ഇതുപോലെ തിരിച്ചു വെക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ റീപോർട്ട് ചെയ്ത് പുതിയ തൈകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. നല്ല രസമല്ലേ കാണാൻ. ഇനി നമുക്ക് കുറച്ച് ടിപ്പുകൾ പറഞ്ഞുതരാം. അമ്മയുടെ കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള ടിപ്സാണ് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാം. അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ മദർ പ്ലാന്റ് ആയിട്ടുള്ള അഗ്ലോണിമ ചെടികളുടെ ചുവട്ടിലായിട്ട് കുറച്ച് കരിയിലയും അതുപോലെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ പുതിയ തൈകൾ പൊട്ടിമുളയ്ക്കാൻ കൂടുതൽ ചാൻസ് ആണെന്നാണ് അമ്മ പറയുന്നത്. അപ്പം അതൊന്ന് നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് NPK 19 എന്ന് പറയുന്ന വളം നമ്മുടെ ചെടികളുടെ ചുവട്ടിലായിട്ട് ഒരു പിഞ്ച് ചെടികളുടെ ചുവട്ടിൽ മണ്ണിൽ ഇട്ട് കൊടുക്കുക. അതായത് ചെടികളെ മുട്ടിക്കാതെ, നമ്മൾ തണ്ടയിലൊന്നും മുട്ടിക്കാതെ ചുവട്ടിലായിട്ട് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെയധികം നല്ലതാണ്. ചെടികൾ നല്ല ഉഷാറായിട്ട് നല്ല കരുത്തോടുകൂടി തന്നെ വളർന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് മഴക്കാലമൊക്കെ ആയ കാരണം ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫംഗിസൈഡായിട്ടുള്ള സാഫ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികളുടെ ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ ചെടിയുടെ ചോട്ടിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ 3 ടിപ്പ് എന്താണേലും നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഞങ്ങളുടെ ചെടികൾ ഞങ്ങളിങ്ങനെ പിരിച്ചു വെച്ചിട്ട് കിട്ടിയേക്കുന്ന ചെടികളാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ. അപ്പം ഭയങ്കര ഒരു അത്ഭുതം തന്നെയല്ലേ. അപ്പം ഇത്രയധികം ചെടികൾ നമ്മുടെ ചെടികൾ നമുക്ക് പിരിച്ചു വെച്ചിട്ട് തന്നെ നമുക്ക് ഇത്രയധികം ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഏറ്റവും നല്ലൊരു സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ചുവട്ടിൽ കണ്ടോ എത്രയധികം തൈകളാണ് ഉണ്ടായി വന്നേക്കുന്നതെന്ന് കണ്ടോ. അപ്പം കൂടുതൽ ആൾക്കാർ എപ്പോഴും പറയാറുണ്ട് മൺചട്ടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്ലോണിമയ്ക്ക് കൂടുതൽ തൈകൾ വരാമെന്ന്. പക്ഷേ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ മൺചട്ടിയിലാണെങ്കിലും അതുപോലെ പ്ലാസ്റ്റിക് ചട്ടിയിലാണെങ്കിലും ഒരേപോലെ തന്നെ തൈകൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് നല്ല നീർവാഴ്ച, നല്ല ലൂസായിട്ടുള്ള മണ്ണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതുപോലെ തൈകൾ പെട്ടെന്ന് പൊട്ടി മുളയ്ക്കുള്ളൂ കേട്ടോ. അപ്പം മൺചട്ടി ആണെങ്കിലും പ്ലാസ്റ്റിക് ചട്ടി ആണെങ്കിലും ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കരിയിലയും അതുപോലെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അഗ്ലോണിമ ചെടികളുടെ തണ്ടുകൾ ചീഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചാലും നിങ്ങൾ പേടിക്കേണ്ട. അങ്ങനെ സംഭവിക്കുകയാണെങ്കിലും അതിൻ്റെ ചീഞ്ഞു പോയ തണ്ടിൻ്റെ അവിടം വെച്ച് നമുക്ക് ഒരു ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഭാഗം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഒരു നുള്ള് സാഫ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കതൊരു 10 മിനിറ്റ് മുക്കി വെക്കാവുന്നതാണ്. 10 മിനിറ്റ് മുക്കിയതിന് ശേഷം നമുക്ക് നോർമൽ പോട്ടിംഗ് മിക്സിൽ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പോട്ടിംഗ് മിക്സിൽ നമുക്ക് കുഴിച്ച് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇവിടെ ഭയങ്കര ചീവിയുടെ ശബ്ദമുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. മഴക്കാലമൊക്കെ അല്ലേ, അവരും ഇച്ചിരി അർമാദിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചെടികൾ കിട്ടിയില്ലേ, ചെറിയ തൈകൾ മാത്രം. ഇത് തീരെ ചെറുത് ഞാൻ പ്രത്യേക കെയർ വേണ്ടത് കാരണം അത് ഈ സ്റ്റാൻഡിലോട്ട് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇത്രയും തൈകൾ കിട്ടി. വലിയ ചെടികളും നമുക്ക് മദർ പ്ലാന്റ് ആയിട്ടും വേറെ ആയിട്ടും ഒത്തിരി ഇഷ്ടമാതിരി ചെടികൾ കിട്ടും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യണം മറ്റുള്ളവരുമായിട്ട്. അറിയാൻ പാടില്ല എന്നെ പറ്റിയോ അല്ലെങ്കിൽ ന്യൂസ് ഡയറിയെ പറ്റി അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വലിയ നല്ലതായിരിക്കും കേട്ടോ. അവർ വഴിയും വേറെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആളെ കിട്ടുകയില്ലേ. അപ്പോൾ അത് ഞങ്ങൾക്കൊരു ഉപകാരമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യായിരുന്നെങ്കിൽ അതെനിക്ക് വലിയ ഉപകാരമായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും നേരത്തെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോകൾ കാണുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് വന്നപ്പോഴാണ് എനിക്കതിൻ്റെ ഇത് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരെ അതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും കൂടെ ചെയ്യുക, ഷെയർ ചെയ്ത് കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.